ഏകലവ്യൻ്റെ കഥയ്ക്ക് ഒരു തത്വവിചാരവുമില്ല. ഏകലവ്യൻ്റെ കഥ നല്ല കഥയല്ല. അതാദ്യം അറിയണം. അതിനെ വേദാന്തത്തിലൊന്നും കൊണ്ടുവരരുത്. അത് വെറും ഒരു പൊളിറ്റിക്കൽ സ്റ്റോറിയാണ്. ഒരാൾ ലൈസൻസ് ഇല്ലാതെ വേണ്ട വിധത്തിൽ പഠിക്കാതെ കയ്യിൽ AK-47 വെച്ചാൽ എന്ത് ചെയ്യും? ഗവൺമെൻറ് അത്രയേ ദ്രോണാചാര്യർ ചെയ്തുള്ളൂ. അത്രയേ ചെയ്തുള്ളൂ. കാരണം അയാളെ കൊണ്ട് അപകടം ഉണ്ടാവും. അപ്പോൾ അത്ര മാത്രമേ ആ കഥയ്ക്ക് സാരമുള്ളൂ. ഗുരു ഇല്ലാതെ ഒരു ശാസ്ത്രം പഠിക്കുന്നത് വേറെ വിഷയം, ആയുധം പഠിക്കുന്നത് വേറെ വിഷയം. ഗുരു ഇല്ലാതെ ശാസ്ത്രം പഠിക്കുന്നത് ദൃഷ്ടാന്തങ്ങൾ വേറെ കാണിക്കേണ്ടി വരും. ഏകലവ്യൻ്റെ കഥ അതിന് ദൃഷ്ടാന്തമല്ല. അത് ആയുധമാണ് പഠിച്ചത്. മറ്റവരെ എന്നിട്ട് പോലും ആ ഈ വിരലില്ലെങ്കിൽ അയാൾ അപകടം ഉണ്ടാക്കില്ല എന്ന് പറഞ്ഞിട്ടാണ് ദ്രോണർ എടുത്തത്. എങ്കിലും അയാൾ ദുര്യോധനൻ്റെ പക്ഷത്തിൽ പോയി ചേർന്നു യുദ്ധത്തിൽ, മഹാഭാരതത്തിൽ. അപ്പോൾ അതൊക്കെ വേണ്ട വിധത്തിൽ അറിയേണ്ട കഥകളാണ്. അത് രാഷ്ട്രീയമാണത്, യുദ്ധതന്ത്രങ്ങളാണ്, അത് അധ്യാത്മമല്ല. ഇപ്പോൾ ഇങ്ങനെ ഇനിയിപ്പോൾ ഈ ഏകലവ്യൻ്റെ കഥ കൊണ്ട് ഉദ്ദേശിച്ചത് എനിക്ക് മനസ്സിലായി. അതിപ്പോൾ ഭാഗവതത്തിൽ പരീക്ഷത്തിന് ശുകബ്രഹ്മ മഹർഷി ഉപദേശിക്കുമ്പോൾ സൂതൻ മറ്റൊരു വശത്തിരുന്ന് കേട്ടു. സൂതൻ അത് സ്വീകരിച്ചു. സൂതന് ആ ഉഗ്രശ്രവസ്സിന് അനുഭവം ഉണ്ടായി. അപ്പം ചിലപ്പോൾ ഈ അനുഭവം ഉണ്ടാവുന്നത് ആരോ ഒരാൾക്ക് പറയുമ്പോൾ വേറെ ഒരാൾക്ക് അത് അനുഭവം ഉണ്ടാവും, വേറെ ഒരാൾ അത് ഫലിക്കും, സാഫല്യം ഉണ്ടാവും. അത് അനുഗ്രഹം. അത് നമുക്ക് വേണമെങ്കിൽ ഈ ഏകലവ്യ ന്യായം പറയാം അവിടെ. പക്ഷെ അത് ഏകലവ്യൻ്റെ പ്രാക്ടീസ് ചെയ്തുണ്ടാക്കിയ വിദ്യ പോലെ അല്ല ഇത്. ഇത് അനുഭൂതിയുടെ വിഷയമാണ്. അങ്ങനെ ഉണ്ടായാലും അത് നിലച്ച് നിൽക്കണമെങ്കിൽ സാധനാ ചതുഷ്ടയ സമ്പത്തി. യേഷു സത്സു ഏവ സന്നിഷ്ഠ യദഭാവേ ന സിദ്ധ്യതി. പലരും ഉണ്ട്. ഇപ്പോൾ മഹർഷിയുടെ ഉപദേശത്തിൽ തന്നെ സാന്ദർഭികമായിട്ട് പറയുകയാണ്. വളരെ ക്ലിയറായി എളുപ്പമായി എല്ലാവർക്കും മനസ്സിലാവുന്ന സത്യമാണെങ്കിലും പല ആളുകളും പറയും എനിക്ക് അത് അനുഭവം വന്നു, ഇങ്ങനെ വന്നു, അങ്ങനെ വന്നു എന്നൊക്കെ പറയും. ഇപ്പം തന്നെ നിങ്ങൾക്ക് കാണാം പല ആളുകളും അവർ കിട്ടിക്കഴിഞ്ഞ പോലെയൊക്കെ പറയും. പക്ഷേ അവർക്ക് ക്ലാരിറ്റി വന്നിട്ടുണ്ടാവും, ഒരു തെളിച്ചം വന്നിട്ടുണ്ടാവും, സംശയമൊന്നുമില്ല. പക്ഷേ നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ കാണാം കാര്യം അവിടെ വേരുപിടിച്ചിട്ടില്ല. എന്തേ? ഈ ലക്ഷണങ്ങൾ, പാത്രം ശരിയല്ലെങ്കിൽ അനുഭവം സ്റ്റഡിയായിട്ട് നിൽക്കില്ല. അതുകൊണ്ട് എന്താ, ആരംഭ സാധനകൾ, യമനിയമങ്ങളൊക്കെ അഭ്യസിക്കണം. ഇനിയിപ്പോൾ തെളിച്ചം വന്നാലും അത് നിലനിൽക്കണമെങ്കിൽ ബാക്കിയുള്ളതൊക്കെ ക്രമപ്പെടുത്തുക എന്ന് പറഞ്ഞുവല്ലോ. ജീവിതം ക്രമപ്പെടുത്തി കൊണ്ടുവരിക എന്ന് പറഞ്ഞു. അങ്ങനെ ക്രമപ്പെടുത്തി കൊണ്ടുവരും തോറും ഈ ജ്ഞാനത്തിന് ഒരു നിലനിൽപ്പുണ്ടാവും, ഉള്ളിലൊരു സ്റ്റഡിനെസ് ഉണ്ടാവും, ഒരു നിഷ്ഠ ഉണ്ടാവും. അപ്പോൾ അത് വരണം. അതൊക്കെ എന്തൊക്കെ അസമ്പ്രദായവിത് സർവശാസ്ത്രവിദപി മൂർഖവതുപേക്ഷണീയ സർവത്ര എന്ന് ശങ്കരാചാര്യരുടെ ഒരു വാദമുണ്ട്. അസമ്പ്രദായമായിട്ട് ഗ്രഹിച്ചവൻ സർവശാസ്ത്രവും പഠിച്ചവനാണെങ്കിലും മൂർഖനെ പോലെ തള്ളിക്കളയണമെന്നാണ്. എന്താണിപ്പോൾ അസമ്പ്രദായം? സമ്പ്രദായം എന്ന് വെച്ചാൽ എന്താണ്? സമ്പ്രദായം എന്ന് വെച്ചാൽ അവിടെ ശ്രുതി ഉണ്ടാവണം, അനുഭൂതിമാനായ ആചാര്യൻ ഉണ്ടാവണം, സ്വാനുഭൂതി ഉണ്ടാവണം, സാധനാ ചതുഷ്ടയ സമ്പത്തികളൊക്കെ ഉണ്ടാവണം, ഉപാസനാ മാർഗവും ഉണ്ടാവണം. ഇത്രയും ഉണ്ടെങ്കിൽ അത് സമ്പ്രദായമായി. അപ്പോൾ ഏകലവ്യ ന്യായം കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്, നമ്മൾ എടുത്തു ഗുരുവും ഭക്തി നമുക്കില്ല, നമ്മൾ സ്വയമേവ പലരും അങ്ങനെ പറയുന്നുണ്ട് എനിക്ക് തനിയെ കിട്ടിയതാണെന്ന്. അവിടെ ഒരു കുറേ ഉണ്ടാവും. എന്താണെന്ന് വെച്ചാൽ അടങ്ങാനൊരു സ്ഥലമില്ല. അത് വലിയ ദോഷമാണ്. മഹർഷിയെ അങ്ങനെ എടുക്കരുത്. മഹർഷി തൻ്റെ ഗുരുവിനെ വിട്ട് 54 വർഷം നീങ്ങിയില്ല.
അരുണാചലത്തിന് ബാക്കിയുള്ള ആളുകളെങ്കിലുമൊക്കെ ഗുരുവിനെ വിട്ട് അങ്ങോട്ടും ഇങ്ങോട്ട് പോകും. മഹർഷി 54 വർഷം തൻ്റെ ഗുരുവും ഉപാസനാമൂർത്തിയും ഭക്തിക്ക് ആശ്രയമായിട്ടുള്ള ആലംബമായിട്ടുള്ളതുമായ അരുണാചലത്തിനെ വിട്ട് വിലകില്ല. അപ്പം ശരീര മനസ്സോടുകൂടെ ലോകത്തിലിരിക്കുമ്പോൾ നമുക്ക് ഏക ആലംബം ഈ ഭക്തിയാണ്. ഇഷ്ടദേവതാ ഭക്തി, ഗുരുഭക്തി. ശങ്കരാചാര്യർ പറയണു, യാവദായുഹു ത്വയാ വന്ദ്യോ വേദാന്തോ ഗുരുഹു ഈശ്വരഃ ശ്രുതേരേഷ നിശ്ചയ. ശ്രുതി തന്നെ അനുശാസിക്കുകയാണ്. നിങ്ങൾക്ക് എന്തൊക്കെ തന്നെ ആവട്ടെ, നിങ്ങൾ ജീവൻ മുക്തനായാലും ശരി, ജീവിതകാലം മുഴുവനും ഈ വേദാന്ത ശാസ്ത്രത്തിനെ ബഹുമാനിക്കുക, ഗുരുവിനോട് ഭക്തി ചെയ്യുക, ഇഷ്ടദേവതയോട് ഭക്തി ചെയ്യുക. എന്തിനാന്ന് വെച്ചാൽ വരുന്ന വഴിയിൽ പുറകെ വരുന്ന ആളുകൾക്ക് അതൊരു വഴിയാവും. നിങ്ങളുടെ ഉള്ളിലും ആലംബം, ആശ്രയമായിട്ടിരിക്കും. അതൊരു സീക്രട്ടാണത്. അത് ഇല്ലെങ്കിൽ അതിൻ്റെ കുറ ഒരു വലിയ തുളയായിട്ട് അവിടെ കാണും, ദ്വാരമായിട്ട് കാണും. പുറമേക്കൊക്കെ നമുക്ക് നല്ല പ്രകടിപ്പിക്കാനുള്ള അറിവുകളൊക്കെ സാധിക്കും, ക്ലാരിറ്റി ഉണ്ടാവും, ബ്രില്യൻസ് ഉണ്ടാവും. പക്ഷേ സിന്തറ്റിക് ഫ്ലവേഴ്സ് പോലെയാണ്, മണം ഉണ്ടാവില്ല. സുഗന്ധം ഉണ്ടാവില്ല. ഇത് പലരും ജീവിച്ച് കണ്ടെത്തിയ രഹസ്യങ്ങളാണത്. ഇതൊന്നും ആലോചിച്ച് കണ്ടുപിടിക്കാൻ പറ്റില്ല, ചിന്തിക്കുമ്പോഴൊന്നും മനസ്സിലാവില്ല. ഇത് പതുക്കെ ഓടിക്കഴിഞ്ഞിട്ട് മനസ്സിലാവും, എന്തോ ഒരു കുറയുണ്ടല്ലോ എന്ന്. ആ പരിമളം ഉണ്ടാവില്ല. അപ്പം ചില കാര്യങ്ങൾ യുക്തി കൊണ്ട് പറഞ്ഞു കൊടുക്കാൻ പറ്റില്ല, അതിന് ലിമിറ്റേഷൻ ഉണ്ട്. അപ്പോൾ ആവർത്തിച്ച് ശ്രവണം ചെയ്താൽ മതി. സാധനാചതുഷ്ടയ സമ്പത്തിയും സത്സംഗവും ഒക്കെ വേണം. അനേക ഗുരുസ്വീകരണം ചെയ്താലും കുഴപ്പമില്ല. പല മഹാത്മാക്കളുടെ അടുത്ത് നമസ്കരിച്ച് പഴകണം. ആത്മവിചാരം എന്ന് പറയുന്നത് തന്നെ നമസ്കാരമാണ് ശരിക്ക്. പുറമേക്ക് നമസ്കരിക്കുന്നതിന് പകരം ഉള്ളിൽ ഈ അഹംവൃത്തിയെ മൂലത്തിൽ അടക്കിക്കളയുകയാണ്. അത് ശരിയായ നമസ്കാരമാണ്. അപ്പം എങ്ങനെയെങ്കിലുമൊക്കെ ഉള്ളിൽ ഈ അഭിമാനം, നാടും നഗരമും നത്തിരുക്കോയിലും തേടി തിരിന്ത് ശിവപെരുമാനെன்று പാടുമെൻ. തിരുമൂലർ പറഞ്ഞു, പല അമ്പലങ്ങളിലേക്ക് പോകൂ, പല സ്ഥലത്ത് ചെന്ന് സ്തുതി ചെയ്യൂ, പാടി പണിമിൻ, സ്തുതിച്ച് നമസ്കരിക്കൂ. പണിന്ത പിൻ, അങ്ങനെ ശരിയായ പണിവ് വന്നാൽ, എന്ന് വെച്ചാൽ അഭിമാനം അടങ്ങിയാൽ കൂടിയ നെഞ്ചത്ത് കോയിലായിക്കൊള്ളുവനേ. അപ്പം ഈ അമ്പലങ്ങളൊക്കെ പോണത് എന്തിനാ? ഈശ്വരൻ പുറത്തുണ്ട് എന്ന് വിചാരിച്ചിട്ടല്ല, നമുക്ക് അടങ്ങാനൊരു സ്ഥലം വേണം. അത് അമ്പലത്തിലില്ല, വലിയ മഹാപുരുഷന്മാരുടെ സന്നിധിയാണെങ്കിൽ അവിടെ എവിടെയെങ്കിലുമൊക്കെ അടങ്ങി ഈ പൊന്തി വന്ന് ഈ അഹങ്കാരം പഠിച്ചു കഴിഞ്ഞുവേ. അപ്പം അത് അടങ്ങി അതിൻ്റെ ഒരു സുഖം അതിന് കിട്ടണം. അത് നല്ലവണ്ണം അങ്ങോട്ട് അടങ്ങിക്കഴിഞ്ഞാൽ ആ നെഞ്ചത്ത് കോയിലായിക്കൊള്ളുവനെ, ഹൃദയത്തിൽ ഭഗവാന്റെ അനുഭവം ഉണ്ടാവും എന്നാണ്. അഭിമാനം അടങ്ങുമ്പോൾ ആ സത്യത്തിൻ്റെ അനുഭവം ഹൃദയത്തിൽ ഉണ്ടാവും. അതുകൊണ്ട് ഈ കാര്യം നമ്മൾ ഇൻഡിപെൻഡൻ്റായിട്ട് ദത്താത്രേയൻ ചെയ്ത പോലെ പല സ്ഥലങ്ങളിൽ നിന്ന് സ്വീകരിച്ചാലും വേണ്ടില്ല, എങ്ങനെയാണെങ്കിലും വേണ്ടില്ല. ഫലം എന്താണ്? ഈ അഭിമാനത്തിനെ നിശേഷം ഇല്ലാതാക്കുക എന്നുള്ളതാണ്.